പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നയന വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വീട് ഉറങ്ങിയ പോലെയാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല എന്നൊക്കെ പറയുകയാണ്. ജാനകിയും ജലജയ്ക്ക് അടുക്കളയിൽ കയറാറുണ്ടെങ്കിലും ഇങ്ങനെ നയന വരുന്നതിന് മുന്നേ അവർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു. നയന വന്ന ശേഷം അവരൊക്കെ അടുക്കളയിൽ കയറാതെയായി. ഇപ്പം എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുകയാണ്. അതിനൊന്നും ഒരു രുചിയില്ല എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ തന്നെ ഇടയ്ക്ക് മുത്തശ്ശിയും ഒക്കെ അടുക്കളയിൽ സഹായിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് നയനേനെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ നയനയുടെ ശബ്ദത്തിലേക്ക് നല്ല തളർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. മോള് ഇങ്ങനെ ദേവയാനിക്ക് ഇഷ്ടമല്ലല്ലോ ആദർശിൻ്റെ കൂടെ, ഇപ്പോൾ ആദർശ് മലയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ നയന കൂടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് മോള് വീട്ടിൽ നിൽക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയും കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ദേവയാനി ആദർശ് മലയ്ക്ക് പോയി വന്നാലും മോളിങ്ങനെ ഇവിടേക്ക് വരാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതിനൊന്നും ഒരിക്കലും അയ്യപ്പസ്വാമി സമ്മതിക്കില്ല എന്നുള്ള ഇതാണ് കേട്ടോ മുത്തശ്ശൻ്റേത്. പിന്നീട് അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ നയനമോള് കാച്ചി വെച്ച പാല് നവ്യമോള് കുടിക്കേണ്ടതായിരുന്നു. നവ്യമോള് ആണ് കുടിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായേനെ. ഇതിപ്പോൾ എന്നാലും ഇങ്ങനെ നയനമോൾ എന്തായാലും പാലിൽ വിഷം ചേർക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അത് മറ്റാര് ചേർത്തു എന്നുള്ള ഒരു സംശയം മുത്തശ്ശിനും ഉണ്ടാകുന്നുണ്ട്. അതിങ്ങനെ മുത്തശ്ശിനോട് പറയാണ്. പിന്നെ ആരായിരിക്കും അത് ചേർത്തത്, വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ, വീട്ടിനുള്ളിൽ തന്നെയാണ് അതിനാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശിനോട് പറയുകയാണ്. പിന്നീട് ആദർശാണെങ്കിലും റൂമിലേക്ക് വരുമ്പോൾ നയന ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ആദർശിനുണ്ടായിരുന്നു. നയനയെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. നയനയ്ക്ക് ഇങ്ങനെ പാദസരം വാങ്ങിച്ചിട്ട് അത് കാലിൽ കെട്ടിക്കൊടുത്ത കാര്യങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് നയന കറക്റ്റായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഓർത്തേ ഉള്ളൂ, തന്നെ ഒന്ന് കാണാൻ എനിക്ക് തോന്നിയെന്ന് പറയുകയാണ്. ആദർശ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോഴും ഇങ്ങനെ അവളെങ്ങനെ ഇതുപോലെ കാണാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും കൂടെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തോന്നി ആദർശേട്ടൻ എന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയട്ടോ. പിന്നീട് നയനയോടാണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു, മരുന്ന് കഴിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണം, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ പാതിരാത്രി ആയാലും എന്നെ വിളിക്കാൻ മടിക്കരുത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നയനയാണെങ്കിലും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, തണുപ്പാണ്, ഇങ്ങനെ ഇൻഹേലറൊക്കെ എടുത്ത് വെച്ചിട്ട് തന്നെ കിടന്നോണം എന്നൊക്കെ പറയും. എന്തായാലും ഇങ്ങനെ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക്, ഇങ്ങനെ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് നടക്കുകയല്ലായിരുന്നു, ഒന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുമ്പോൾ ആദർശ് ശരി എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് കനകയാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ആരാ വിളിച്ചത്, ആദർശ് മോനാണോ, ആദർശ് മോന് ഇപ്പോൾ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നൊക്കെ പറയും കേട്ടോ. നയനയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, മാല ഇട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്നേനെ എന്ന് പറയും. തുടക്കം തൊട്ട് ഇങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ചെറിയ പൊരുത്തക്കേടുണ്ടായത്, ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നത് മോള് കാര്യമാക്കണ്ട. എന്തായാലും ആദർശ് മോൻ ഇങ്ങനെ സ്നേഹിക്കാൻ അറിയുന്നവൻ തന്നെയാണ്. പിന്നെ അന്ന് ആ സമയത്ത് ഇങ്ങനെ ആദർശ് മോൻ്റെ അമ്മയും അപ്പച്ചിയൊക്കെ ഇങ്ങനെ അതിങ്ങനെ ആക്കം കൂട്ടാനായിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. ഇനിയിപ്പോൾ എന്തായാലും ആദർശേട്ടൻ മാറാനൊന്നും പോകുന്നില്ല, അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നൈനയും പറയുകയാണ്. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അഭിമോനും അങ്ങനെ ആയാൽ മതിയായിരുന്നു, അന്ന് അഭിമോൻ മോളെയും കൊണ്ട് ഇവിടെ വന്ന ശേഷം പിന്നെ വിളിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് വന്നിട്ടുമില്ല എന്നൊക്കെ പറയും കേട്ടോ. നയനയ്ക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടം ആവുന്നുണ്ട്. അബിയുടെ സ്വഭാവം മാറിയത് നവ്യ നയനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നയന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോളെ ഞാനൊന്നും പറഞ്ഞിട്ട് ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ലല്ലോ, ഞാനിപ്പോൾ അവിടേക്ക് പോയിട്ട് കുറച്ചായില്ലേ, അതുകൊണ്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്ക് ഉണ്ടോയെന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. നവ്യമോളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അമ്മയാവും, ആ കുട്ടിക്ക് ഇങ്ങനെ അച്ഛൻ്റെ സ്നേഹം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടാതിരിക്കുന്നത് വലിയ വിഷമം തന്നെയാണ്. ഇങ്ങനെ അമ്മയെക്കാളും അച്ഛൻ്റെ സ്നേഹം കൂടുതൽ അറിഞ്ഞ് വളർന്നവരാണ് നിങ്ങളൊക്കെ, അതുകൊണ്ട് നവ്യമോളുടെ കുഞ്ഞിനും ആ ഒരു സ്നേഹമൊക്കെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകുന്ന സമയത്ത് നയനയ്ക്കാണെങ്കിലും അബിയുടെ കാര്യം നവ്യയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നെ ദേവയാനീനെ വാർഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തുകയാണ്. ജയനും ആദർശും കൂടെ പിരിച്ചിട്ടൊക്കെയാണ് കേട്ടോ കിടത്തുന്നത്. കിടത്തിയ ശേഷം ഇങ്ങനെ ദേവയാനി പറയുന്നത്, ഇങ്ങനെ എനിക്കിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ജീവൻ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ICUവിൽ കിടക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും നയനയെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, മക്കളിങ്ങനെ പറക്കം മുറ്റാൻ തുടങ്ങിയാൽ പിന്നെ അവരുടെ വഴിക്ക് അവരെ വിട്ടോണം, പിന്നെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ അവർക്ക് പിന്നെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. നയനയെ അവർ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ദേവയാനിക്ക് അവിടെ പ്രാധാന്യം ഇല്ല എന്നാണ് ദേവയാനി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുവേ. അപ്പോൾ പിന്നീട് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങളെക്കാളും കൂടുതൽ ഇങ്ങനെ നീ ഇങ്ങനെ അവിടെ ICUവിൽ കിടന്നപ്പോൾ മോളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് നിനക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തിനാ അച്ഛാ അതൊക്കെ പറയുന്നത്, വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയേ.
അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വർഷം അങ്ങനെ ഞാനും ജയേട്ടനും ഒരുമിച്ച് ജീവിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു മരുമോൾ ഇങ്ങനെ കയറി വന്നതോടുകൂടി അതെല്ലാം മാറി. ഇപ്പോൾ എന്നും വഴക്കാണ് അവൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരം പോകുന്നത്. അപ്പോൾ ജയനും ആദർശമൊന്നും ഇങ്ങനെ ദേവയാനി പറയുന്നത് കേട്ട് നിൽക്കല്ലാതെ ഒന്നും മറുത്ത് പറയുകയൊന്നും ചെയ്യുന്നില്ല. പിന്നീട് ജാനകിയാണെങ്കിൽ അടുക്കളയിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനാമിക അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അമ്മ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശന് ഇങ്ങനെ ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശന് ഇപ്പോൾ മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു നല്ല കുട്ടിയായിട്ട്, അതൊന്നും വേണ്ട അമ്മേ, ഇവിടെ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, മോൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറയേ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നവ്യ അവിടേക്ക് വരികയാണ്. എന്നാൽ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജാനകിക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. നിനക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിച്ചോ, നിനക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോ, നിൻ്റെ അമ്മേനോട് ഉണ്ടാക്കി തരാൻ പറയുമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തരും എന്നൊക്കെ പറയുമ്പോൾ അനാമിക കളിയാക്കിയാണ്, വെറുതെ പറയുമായിരിക്കും, അവിടെ എന്നും കഞ്ഞിയും പയറും ഒക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നവ്യ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, അതിന് നിൻ്റെ അച്ഛനെയും അമ്മയും പോലെ എൻ്റെ അച്ഛനും അമ്മയും കഞ്ഞികളല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താടി നീ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ജാനകി ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല മറുപടി ഞാൻ പറയുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ അമ്മയാവാൻ പോകുന്നതിൻ്റെ പരിഗണന ഇവിടെ അമ്മ നല്ലവണ്ണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്നേഹമൊന്നും ഇവളുടെ അമ്മായിയമ്മയ്ക്കും അതുപോലെ തന്നെ ഭർത്താവിനും ആ കുഞ്ഞ് ജനിക്കണമെന്ന് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് അനാമിക പറയുകയാണ് കേട്ടോ. അഭിയേട്ടൻ്റെ കുഞ്ഞാണെന്ന് പോലും സംശയമാണ്, പിന്നെ എങ്ങനെ അതിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് അബിയുടെ കുഞ്ഞ് തന്നെയാണ് എന്ന് പറയുമ്പോൾ അനാമിക പറയും, അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നവ്യ തിരിച്ച് അനാമികയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ നിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത്? എന്നാൽ പിന്നെ എനിക്കും അത് നല്ല ഉറപ്പുണ്ട്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അബി തന്നെയാണെന്ന് പറയട്ടെ. അപ്പോൾ ഇതിങ്ങനെ അനാമികയോട് ചോദിക്കുമ്പോൾ ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ആദർശം അവളെ സ്നേഹിച്ച് തുടങ്ങിയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിക്കാരിയായിട്ട് അവളവിടെ നിർത്തി ജോലിയെല്ലാം ചെയ്യിപ്പിക്കായിരുന്നു, ഇതിപ്പോൾ ആദർശം അവളെ സ്നേഹിച്ച് തുടങ്ങിയതുകൊണ്ട് അതിനും പറ്റില്ല എന്നുള്ള അവസ്ഥയായി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നവ്യനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ പിന്നെ ജലജ ജോലിയെടുത്ത് മടുക്കും എന്നൊക്കെയാണ് കേട്ടോ അബിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഉണ്ടായിരുന്നു. എന്തായാലും അനാമിക തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, അവളുടെ രക്തം ഇടയ്ക്ക് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ പിന്നെ അവളും അവളുടെ അമ്മയും അച്ഛനും കൂടെ നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയുകയും അതുപോലെ തന്നെ നവ്യനെ അവിടുന്ന് പുറത്താക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ ജലജ ഇങ്ങനെ ഉറക്കനെ പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് സംസാരിക്കരുത്, അവൾ എവിടെയെങ്കിലും നിന്ന് മറിഞ്ഞ് നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ മതി എന്ന് പറയുകയും പിന്നീട് ജലജ ചാടിത്തുള്ളി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവൻ ഒരുത്തിനെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, ഭൂലോക തരികിരിയായിട്ടുള്ള ഒരുത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളി അവിടെ നിന്ന് പോവാണ് ദേഷ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് ജാനകിയാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കുള്ള ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഈ സമയത്ത് മുത്തശ്ശി ജാനകിയോട് ചോദിക്കുകയാണ്, നൈനിമോൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നീയാണല്ലേ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, നവ്യമോൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നീ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അനാമിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ നവ്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോട്ടെ, അവൾക്ക് കയ്യും കാലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ജാനകിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അനാമികയ്ക്കും അതെല്ലാം ഇടയ്ക്ക് അടുക്കളയിലേക്ക് കയറാലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അവളെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. എന്നും നീ കൂടെ കാണുമൊന്നുമില്ലല്ലോ, അവർക്കും ഒറ്റയ്ക്കെല്ലാം ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ കുട്ടീനെ ആണെങ്കിലും എനിക്കിങ്ങനെ ഈ വീടിന് ചേർന്നിട്ടുള്ള ഒരു മരുമകളെ തന്നെയാണ് കിട്ടിയത്, അതുകൊണ്ട് അതിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല, അതിൻ്റെ അച്ഛനും അമ്മയും അതിനെ നല്ലോണം നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെ പറയുകയെ. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, പെൺകുട്ടികളായാലും ഇങ്ങനെ അത്യാവശ്യം അടുക്കള ജോലി എല്ലാ ജോലിയും അറിഞ്ഞിരിക്കണം, എന്നും നീ അവരുടെ കൂടെ കാണില്ലല്ലോ, അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും പറയുന്ന പോലെ അല്ലല്ലോ നീ ജീവിക്കേണ്ടതെന്നൊക്കെ മുത്തശ്ശനും തിരിച്ച് പറയുന്നുണ്ടായിരുന്നേ. അപ്പം നൈനമോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആർക്കും ഒരു പരാതി ഇല്ലായിരുന്നു, ഇങ്ങനെ ജോലിക്ക് കണക്ക് പറച്ചിലും ഇല്ലായിരുന്നു, ഒന്നും അറിയേണ്ടിയിരുന്നില്ലല്ലോ, മോളാണെങ്കിൽ എല്ലാം ഓടി നടന്ന് ചെയ്യും, ഒന്നിനും ഒരു കണക്കും പറയാറില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ആരും സംസാരിക്കേണ്ട, അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല മനസ്സമാധാനമുണ്ട്, ഇനിയിപ്പോൾ അവൾ ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും നിൽക്കണ്ട, അവൾ ഇല്ലാത്തതിൻ്റെ ഒരു മനസ്സമാധാനം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ജാനകി അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.